മായ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് ഭയവും ഭീതിയും അകറ്റി അചഞ്ചലമായ ഭക്തിയോടെ രാഗദ്വേഷങ്ങളെ തരണം ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നേടാൻ കാളീദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. മൃഗങ്ങളുടെയോ മനുഷ്യരുടെയോ രക്തമോ മാംസമോ ഒരു ഈശ്വരനും ആവശ്യമില്ല. അർപ്പിക്കേണ്ടത് നിങ്ങളുടെ മനസ്സാണ്. പൂർണ്ണമായ ഭക്തിയോടെ നിങ്ങളുടെ കർമ്മങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ്. നീചരായ ഞങ്ങൾക്ക് ദർശനം നൽകി ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ച അങ്ങേക്ക് 1000 കോടി പ്രണാമം. ചെയ്ത തെറ്റുകൾക്ക് ഞങ്ങളോട് ക്ഷമിക്കുക. ഇനി മുതൽ പുതിയ ജീവിതമായിരിക്കും ഞങ്ങൾ നയിക്കുക. നല്ലത്, എഴുന്നേൽക്കൂ. തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായതോടെ നിങ്ങളുടെ പാപങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഇനിയുള്ള ജീവിതം പുണ്യകർമ്മങ്ങൾക്കായി നീക്കിവെക്കുക. അടുത്ത ജന്മം നിങ്ങളെല്ലാവരും പുണ്യാത്മാക്കളായി ജനിക്കുന്നതായിരിക്കും. പ്രണാമം ദേവ. അങ്ങയുടെ ദർശനത്താൽ ഈയുള്ളവന്റെ ജന്മം ധന്യമായി. പിഞ്ചലവർമ്മ, അങ്ങയുടെ മകൾ പൂർണ്ണയുടെ അചഞ്ചലമായ ഭക്തിയും പ്രാർത്ഥനയുമാണ് അങ്ങയെ രക്ഷിച്ചത്. രക്ഷാകവചമായി അങ്ങയുടെ കഴുത്തിൽ കിടക്കുന്ന ഈ രുദ്രാക്ഷമാല വർഷങ്ങളായി നമ്മുടെ വിഗ്രഹത്തിൽ ചാർത്തി അങ്ങയുടെ മകൾ പൂജിച്ചിരുന്നതാണ്. അതാണ് ഇന്ന് അങ്ങയുടെ രക്ഷയ്ക്ക് കാരണമായത്. പൂർണ്ണയുടെ ഭക്തിയുടെ ആഴം അടിയന് മനസ്സിലാവാതെ പോയി. ആ ഭക്തിയിൽ നിന്നും പൂർണ്ണയെ വ്യതിചലിപ്പിച്ച് ലൗകിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിച്ചത് മഹാ അപരാധമായി പോയെന്ന് എനിക്കിന്ന് ബോധ്യമായി. പൂർവജന്മങ്ങളിലും അവൾ നമ്മുടെ തികഞ്ഞ ഭക്ത തന്നെയായിരുന്നു. ഭഗവാനെ, ഭക്തിയേക്കാളുപരി അങ്ങയെ പതിയായി ലഭിക്കണമെന്നാണ് അവളുടെ മോഹവും പ്രാർത്ഥനയും. അത് അപ്രാപ്യമെന്ന് എത്ര ഉപദേശിച്ചിട്ടും അവൾ പിന്മാറുന്നില്ല. മകളെ ഓർത്ത് നാം അതീവ ദുഃഖിതനാണ്. നാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങ് തന്നെ അരുളിയാലും. ദുഃഖമരുത്. പരിഹരിക്കപ്പെടാത്തതായി ഭൂമിയിൽ ഒന്നും തന്നെയില്ല. ജന്മാന്തരങ്ങളായുള്ള പൂർണ്ണയുടെ കാത്തിരിപ്പിന് ഈ ജന്മം വിരാമമാകും. പൂർണ്ണയുടെ ജന്മോദ്ദേശം ഉടനെ സഫലമാകുന്നതാണ്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. മംഗളം ഭവിക്കട്ടെ. ഭഗവാനെ, 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 ധർമ്മശാസ്താവേ, നമ്മുടെ ഉദ്യാനത്തിലെ ഈ പർണശാലയിൽ അവിടുത്തെ സാന്നിധ്യം നാം ഗൗനിക്കാതെ പോയി. ഇപ്പോഴാണ് മനസ്സിലായത് ഭഗവാനെ അവിടുത്തെ ശക്തിപ്രഭാവം. എന്റെ മകളുടെ ഭക്തിയും അവിടുത്തെ ശക്തിയും ചേർന്നപ്പോ ഈയുള്ളവന്റെ ജീവനാണ് തിരിച്ചു കിട്ടിയത്. ആയിരം കോടി പ്രണാമം ഭഗവാനെ. പ്രജാക്ഷേമത്തിനായി അങ്ങ് കാട്ടുമൃഗങ്ങളെ തുരത്താൻ യാത്രയായപ്പോൾ തന്നെ എന്തോ ആപത്ശങ്ക മനസ്സിൽ നിറഞ്ഞിരുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം ശുഭമായി പര്യവസാനിച്ചല്ലോ. അതിന് ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിന്റെ നേരിട്ടുള്ള ദർശനം ലഭിച്ച പിതാവ് മഹാഭാഗ്യവാനാണ്. എല്ലാം കുമാരിയുടെ ഭക്തിയാൽ സാധ്യമായതാണ്.
എത്രയോ കാലമായി ഞാൻ കൊതിക്കുന്നതാണ് ആ ദർശന സൗഭാഗ്യം. ഈ നിമിഷം വരെ എനിക്കതിനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. സമയാവുമ്പോ അത് സാധ്യമാവുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. തൊട്ടു മുന്നിൽ മരണം ഉറപ്പിച്ച നിമിഷത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനായത്. കുമാരി നൽകിയ ഈ രുദ്രാക്ഷമാലയാണ് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായതെന്നും ഭഗവാൻ അരുളി ചെയ്തു. എല്ലാം അവിടുത്തെ ജന്മപുണ്യം തന്നെയാണ് പിതാവേ. ഓരോ ജന്മവും ഓരോ നിയോഗമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത് അവരുടെ ജന്മലക്ഷ്യത്തിലേക്കുള്ള വളർച്ചയുടെ സാധ്യതയാണ്. സാത്വികമായ ലക്ഷ്യങ്ങളുള്ള മക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. എന്നാൽ താമസികമായ അവരുടെ കർമ്മങ്ങളെ എതിർക്കുകയും വേണം. സമൂഹത്തിൽ അന്തഛിദ്രം സൃഷ്ടിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. നമ്മുടെ മകൾ പൂർണ്ണയ്ക്ക് ശ്രീധർമ്മശാസ്താവിനോടുള്ള ഭക്തി എത്രത്തോളം ആഴത്തിലാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാവും ഭഗവാൻ തന്നെ പ്രത്യക്ഷനായി നമ്മുടെ ജീവൻ രക്ഷിച്ചത്. ഇനി നാം ഒരിക്കലും കുമാരിയുടെ പൂജയ്ക്ക് വിഘ്നങ്ങളുണ്ടാക്കാൻ അനുവദിക്കുന്നതല്ല. കുമാരിയുടെ പൂജകൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നാമും ചെയ്യുന്നതാണ് തിരുമനസ്സേ. സന്തോഷം. അർപ്പണബോധത്തോടെയും സത്യസന്ധതയോടെയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അല്പം വൈകിയാണെങ്കിലും നമ്മെ തേടി വരുന്നതാണ് പിതാവേ. ഭഗവാന്റെ ദർശന സായുജ്യത്തിനായി ഇനിയും എത്ര ജന്മം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് വേണ്ടി വരില്ല കുമാരി. ജന്മജന്മാന്തരങ്ങളായി ഭഗവാൻ ശ്രീധർമ്മശാസ്താവിന്റെ അകമഴിഞ്ഞ ഭക്തയായ നമ്മുടെ പുത്രിക്ക് ഈ ജന്മത്തിൽ തന്നെ അതിനുള്ള ഭാഗ്യം സിദ്ധിക്കുമെന്ന് ഭഗവാൻ അരുളി അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനുവേണ്ടി മാത്രമാണ് പിതാവേ ഞാൻ കാത്തിരിക്കുന്നത്. അതിനുള്ള സമയം ഉടനെ സമാഗതമാവുന്നതാണ്. നന്നായി പ്രാർത്ഥിച്ചോളൂ. ഭഗവാനെ, ധർമ്മശാസ്താവേ, പിതാവിന് അവിടുന്ന് നൽകിയ ദർശന സൗഭാഗ്യം ഈ ഉള്ളവൾക്കും നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ. വന്ദനം കുമാരി. വന്ദനം സ്വാമിജി. അങ്ങേ പോലുള്ള മഹാത്മാക്കളെ കാണുന്നത് തന്നെ ജന്മപുണ്യം. അനുഗ്രഹിച്ചാലും. സൗഭാഗ്യവതി ഭവ. മഹാത്മാവേ, അങ്ങ് എവിടെ നിന്നാണ് ആഗതനായിരിക്കുന്നത്? ഈ ഉള്ളവൾ എന്താണ് അങ്ങേക്കായി ചെയ്തു തരേണ്ടത്? നാം ഒരു തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ്. പിഞ്ചല ദേശത്തിന്റെ വടക്കേ അതിർത്തിയിലാണ് നമ്മുടെ ആശ്രമം.
കുമാരിയുടെ പിതാവ് കുമാരിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിതനാണെന്ന് നാം അറിഞ്ഞു. ആകയാൽ കാരണമറിഞ്ഞ് പരിഹരിക്കാൻ സാധിച്ചാൽ നാം കൃതാർത്ഥനായി. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഒന്ന് തന്നെയാണ് സ്വാമി, എന്താണത്? ആഗ്രഹം. അത് നശിച്ചാൽ ദുഃഖവും നശിച്ചു. ഇത് അങ്ങേക്കും അറിയുന്നതല്ലേ? അതെ. പക്ഷേ ആഗ്രഹമില്ലാതെ ജീവിക്കാനാവുമോ? പൂർണ്ണമായി ഈശ്വരനിൽ അർപ്പിച്ച് ജീവിക്കുന്നവർക്ക് ആഗ്രഹത്തിന്റെ ആവശ്യമില്ലല്ലോ. അവർക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തന്നെ നൽകുന്നതാണ്. കുമാരി പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ മറ്റൊരാളുടെ മനസ്സിൽ ദുഃഖം സൃഷ്ടിക്കുന്നുവെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടതല്ലേ? മനസ്സ് എന്നത് മായയല്ലേ സ്വാമിജി? ഉം. നാം കാണുന്ന ഈ ലോകം തന്നെ മായയാണ്. അപ്പോൾ ദുഃഖവും മായ തന്നെ. അപ്പോൾ മായ നിറഞ്ഞ ലോകത്ത് ആർക്കും ആരോടും കടമയും കർത്തവ്യവും ഇല്ലെന്നാണോ കുമാരി പറയുന്നത്? കടമയും കർത്തവ്യവുമെല്ലാം കർമ്മമാണ്. കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കുമാവില്ല. എങ്കിൽ കുമാരിയുടെ കർമ്മം കുമാരിയും ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും സ്വാമി. പ്രപഞ്ചത്തിലെ ചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളും ഈശ്വരാംശമാണ്. അവയ്ക്കെല്ലാം കർമ്മങ്ങളുമുണ്ട്. എന്നാൽ അഹങ്കാരത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ ബന്ധനമുണ്ടാകുന്നു. അവ ജന്മങ്ങൾക്ക് കാരണമാകുന്നു. ഓരോ ജീവനും അനേക ജന്മങ്ങളിലൂടെ കടന്ന് ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിലെത്തുന്നു. വിവേകവും വിജ്ഞാനവും നേടി ഈശ്വരനിലേക്ക് മടങ്ങാനുള്ള അവസരമാണ് മനുഷ്യജന്മം. എന്നാൽ അഹങ്കാരിയായ മനുഷ്യർ അത് മറന്ന് ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പോയി വീണ്ടും ജനന മരണ ചക്രത്തിൽ പെട്ടുഴലുന്നു. ജന്മങ്ങൾക്ക് കാരണം കർമ്മബന്ധനമെന്നാണ് കുമാരി പറഞ്ഞത്. അതിന് അഹങ്കാരം ഹേതുവെങ്കിൽ എന്താണ് അഹങ്കാരം? ഞാൻ എന്ന ഭാവമാണ് അഹങ്കാരം. ഉള്ളിലെ ഈശ്വരാംശത്തെ മറന്ന് മറ്റുള്ളവരാൽ നൽകപ്പെട്ട നാമരൂപമാണ് താനെന്ന് വിശ്വസിക്കുമ്പോൾ അഹങ്കാരം ഉദയം ചെയ്യുന്നു. അപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾ ബന്ധനവും സൃഷ്ടിക്കുന്നു. അഹങ്കാരമില്ലാതെ ഈശ്വരനിൽ അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്താൽ ബന്ധനമില്ലെങ്കിൽ അപ്രകാരം കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാമല്ലോ. തീർച്ചയായും സ്വാമി. എങ്കിൽ കുമാരിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി വിവാഹം കഴിച്ച് രാജ്യത്തിന് അനന്തരാവകാശികളെ നൽകി അവരോടുള്ള കർത്തവ്യം നിറവേറ്റിക്കൂടെ? എന്റെ മനസ്സ് നിറയെ ശ്രീധർമ്മശാസ്താവാണ്. ഞാൻ ഭരിക്കണമെങ്കിൽ അതും ശ്രീധർമ്മശാസ്താവിനെ തന്നെയായിരിക്കും. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ മനസ്സ് നിറയെ ശാസ്താരൂപമല്ലാതെ മറ്റൊന്നുമില്ല. ഈശ്വരനെ ഭരിച്ചാൽ ലൗകിക സുഖങ്ങൾ നേടാമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായുമില്ല. ശ്രീധർമ്മശാസ്താവിനെ വരിക്കുന്നതിലൂടെ ഞാൻ നേടുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. ഓരോ ജന്മത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഒരു ജീവൻ അത് നേടുമ്പോൾ 7 തലമുറകൾ മുന്നിലേക്കും 7 തലമുറകൾ പിന്നിലേക്കും സായുജ്യമടയുന്നു. നമ്മുടെ മാതാപിതാക്കൾക്കും പൂർവികർക്കും വരും തലമുറയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ പുണ്യവും അത് തന്നെയാണ്. കുമാരി പറഞ്ഞത് സത്യം തന്നെ. എങ്കിലും ഒരു സംശയം. ഇത്രയൊക്കെ അറിവുള്ള കുമാരി ശാസ്താവിന്റെ കേവലം ഒരു വിഗ്രഹം കാണാതെ പോയപ്പോൾ അതീവ ദുഃഖിതയായി കണ്ണീർ വാർത്തത് എന്തിനാണ്? പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ്. ഞാൻ പൂജിക്കുന്ന ശാസ്താ വിഗ്രഹവും ഈശ്വരൻ തന്നെ. എന്നിൽ അവശേഷിക്കുന്ന കർമ്മബന്ധത്തിന്റെ ബഹിർസ്ഫുരമാണ് അന്നുണ്ടായതെല്ലാം. കുമാരി പൂജിക്കുന്ന വിഗ്രഹം കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഈ ഉള്ളവളുടെ പൂജാസ്ഥാനത്ത് അങ്ങേപ്പോലുള്ള സന്യാസി ശ്രേഷ്ഠൻ സന്ദർശിക്കുന്നത് മഹാപുണ്യം. ആഗതനായാലും സ്വാമിജി.
വന്നാലും ഭഗവാനേ, അനന്തമായ പുണ്യസഞ്ചയങ്ങൾ വിളഞ്ഞു കിടക്കുന്ന ഒരു കതിർപ്പാടമാണ് ബ്രഹ്മം. നാം ഓരോരുത്തരും അതിലെ ഓരോ നെന്മണികൾ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതും ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലം